ഇന്നലെ വി ഡി സതീശൻ വളരെ നന്നായി തന്നെ ഫ്ലോറിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും അദ്ദേഹം ഈ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള പ്രതീതി ഉണ്ടാവുകയും ചെയ്ത ദിവസമാണ്. അദ്ദേഹം പറഞ്ഞത് രണ്ട് ദ്വിമുഖ തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഒന്ന്, പ്രതിപക്ഷത്തിനെതിരെ കടന്നാക്രമിക്കുക. അദ്ദേഹം ഈ വിഷയങ്ങളിലെല്ലാം ഇതിൻ്റെ എല്ലാം ഉത്തരവാദി പ്രതിപക്ഷമാണ് അല്ലെങ്കിൽ മുൻ സർക്കാരാണ് എന്നുള്ളത് ആവർത്തിച്ച് പറയുക. ഒപ്പം ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാവുക UDF ആയിരിക്കും, UDFിൻ്റെ ആലോചനയ്ക്ക് ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക എന്നുള്ള ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുക. അത് പക്ഷേ പരസ്യമായി ആളുകളുടെ ഈ ബഹുജന സമക്ഷം വരുന്നത് അതല്ല, പകരം ഈ പ്രതിപക്ഷത്തിനെതിരെയുള്ള ആരോപണങ്ങളായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്ത്രം. അത് ഏതാണ്ട് ഫലവത്തായി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പതിവ് പോലെ പ്രതിപക്ഷ നേതാവിൻ്റെ റോളെടുത്ത് VM സുധീരൻ രംഗത്തെത്തുന്നത്. VM സുധീരൻ ആരാണ്? യഥാർത്ഥത്തിൽ ഈ റോളിൽ ഇപ്പോൾ VD സതീശൻ്റെ മെൻറ്റർ എന്ന് അവകാശപ്പെടാവുന്ന ആളാണ് VM സുധീരൻ. കാരണം അദ്ദേഹമാണ് ഏറ്റവും ശക്തമായി VD സതീശന് വേണ്ടി വാദിച്ചത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രശംസ പോയിരിക്കുന്നത് ആർക്കാന്ന് കണ്ടോ? രമേശ് ചെന്നിത്തലയ്ക്കാണ്. രമേശ് ചെന്നിത്തലയും അന്ന് മത്സരരംഗത്ത് ഉണ്ടായിരുന്നതാണ്. പക്ഷേ അന്ന് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാതെ VD സതീശനെ പിന്തുണച്ച VM സുധീരൻ ഇന്ന് രംഗത്തെത്തി ഇതിനൊരു ക്ലാരിറ്റി തന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് വസ്തുനിഷ്ഠമായി വിശദീകരിച്ചിരിക്കുകയാണ് VM സുധീരൻ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വിയോജിപ്പിൻ്റെ പല തലങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്ത് അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത്. ഇതിൽ UDFിൽ ആലോചന നടന്നിട്ടില്ല, പാർട്ടിയിൽ ഇതൊരു ആലോചന നടന്നിട്ടില്ല. മദ്യനയം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിൻ്റെ ടാക്സ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം വരേണ്ടത്. അതാണ് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും നയം. UDFിൻ്റെ മദ്യനയത്തിനോ കോൺഗ്രസിൻ്റെ മദ്യനയത്തിനോ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമല്ല VD സതീശൻ്റെ ബജറ്റിലുണ്ടായിട്ടുള്ളത്. ഈ ബജറ്റിലെ തീരുമാനം ഏകപക്ഷീയമായി VD സതീശൻ്റെയാണ്. ഈ കാര്യത്തിൽ ഇന്ന് ക്ലാരിറ്റി തന്ന ആരാണ്? ബാക്കി എല്ലാവരും ആരോപണം ഉന്നയിച്ചു. പക്ഷേ ഈ ക്ലാരിറ്റി തന്നിട്ടുള്ളത് VM സുധീരനാണ്. അദ്ദേഹം പറയുന്നത് ഇത് പാർട്ടിയോട് ആലോചിക്കാത്ത അല്ലെങ്കിൽ പാർട്ടി തലത്തിലോ മുന്നണി തലത്തിലോ ആലോചിക്കാത്ത ഒരു തീരുമാനമാണ് എന്നാണ്. അപ്പോൾ അതിനകത്ത് കുഴപ്പമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ലിജു എക്സൈസ് വകുപ്പ് മന്ത്രി, അദ്ദേഹത്തോട് ആലോചിക്കാതെയാണ്, എക്സൈസ് വകുപ്പിനോട് ആലോചിക്കാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്നുള്ളതിനെ ലിജു തന്നെ ഈ ഒരു ക്യാബിനറ്റിൻ്റെ കെട്ടുറപ്പ് എന്നുള്ളതിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചത് എങ്ങനെയാണ്? ഇത് പതുക്കെയാണ് തീരുമാനം വരൂ, ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളതല്ലേ ഉള്ളൂ, ഇതിന് കൂടിയാലോചനയ്ക്ക് ശേഷമേ മദ്യ നയത്തിലൂടെ തന്നെ ഇതിനകത്ത് ഒരു തീരുമാനത്തിലേക്ക് നമ്മളെത്തൂ എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ തന്നെ ആ കാര്യത്തിൽ ഇന്ന് അദ്ദേഹം ലിജുവിൻ്റെ വിശദീകരണവും വന്നല്ലോ. അദ്ദേഹം എന്ന് പറയുന്നത് എന്താ? മദ്യ നയം വരട്ടെ, ആ നയത്തിലാണിത് വരിക, അല്ലാതെ ഇപ്പോഴുള്ള ഈ ബജറ്റ് പ്രഖ്യാപനത്തിലല്ല എന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്. മാത്രമല്ല VM സുധീരൻ ഒരു കാര്യം കൃത്യമായി ആവശ്യപ്പെട്ടു, ധനബില്ലിൽ ഇത് ഉണ്ടാവരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടി കൊടുത്തു. അതായത് ഇങ്ങനെയൊരു നീക്കം, പിൻവാതിൽ നീക്കങ്ങൾ പാടില്ല എന്നുകൂടി. അപ്പോൾ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. എനിക്കിപ്പം ഞാൻ ഈ കാര്യത്തിൽ VD സതീശൻ എടുത്ത തീരുമാനത്തിനൊപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ബ്രീസർ ഇവിടെ വിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് കരുതുന്ന ആളാണ് വ്യക്തിപരമായി ഞാൻ. പക്ഷേ ഇതിൽ അഴിമതി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഇവർ തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കണം. എനിക്ക് ഈ കാര്യത്തിൽ VM സുധീരൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ള ആളാണ്. കാരണം ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ, കാരണം അദ്ദേഹം പണ്ട് ഈ ഉദയഭാനു കമ്മീഷൻ്റെ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ച് വാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആൾ കൂടിയാണ് VM സുധീരൻ. അത് 82 K കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് ഏൽപ്പിച്ച അന്ന് ഏർപ്പെടുത്തിയ ഉദയഭാനു കമ്മീഷൻ പഠിച്ച് കേരളത്തിൽ എങ്ങനെ വേണം ആ ഒരു മദ്യനയം രൂപീകരിക്കാൻ എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ ഇത് കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുന്നത്? വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ പ്രോത്സാഹിപ്പിക്കുക, അല്ലാത്തതിന് പ്രോത്സാഹനം കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. മദ്യവർജനം തന്നെയാണ്, അല്ല മദ്യനിരോധനമല്ല. ഉദയഭാനു കമ്മീഷനും പറഞ്ഞിട്ടുള്ളത് മദ്യവർജനം തന്നെയാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ പക്ഷേ നിന്ന നിപ്പിൽ VM സുധീരനോടുള്ള വാശിക്ക് മദ്യനിരോധനം എന്നുള്ളതിലേക്ക് പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അടിസ്ഥാനപരമായി CPM-ഉം ഇടതുപക്ഷവും പറയുന്ന മദ്യവർജനം തന്നെയാണ് കോൺഗ്രസിൻ്റെയും നയം. അത് നടപ്പാക്കുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ അടിസ്ഥാന നയം എന്നുള്ളത്. അപ്പോൾ അന്നത്തെ ഈ ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാലം മുതൽ ഈ കാര്യത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇന്നലെ പറഞ്ഞത്, ഇത് പലപ്പോഴും ഈ ഒരേ വിഷയം അടുത്ത ദിവസം വരുമ്പോൾ ഇത് ആവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു വിഷമമുണ്ട്. എന്തായാലും ഈ
വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് തന്നെ ബക്കാഡി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെല്ലാം കൂടെ പെട്ടെന്ന് അത് ബക്കാഡിയുടെ ഒരു കത്ത് കിട്ടി എന്ന് പറഞ്ഞിട്ട്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബക്കാഡി കത്ത് കിട്ടി എന്നുള്ളത് എന്തോ ഒരു ഭയങ്കരമായ സംഭവമാണ് എന്ന മട്ടിൽ എല്ലാവരും പറഞ്ഞു. സത്യത്തിൽ അങ്ങനെയാണല്ലോ. ഇപ്പോൾ കമ്പനികൾ കത്ത് കൊടുക്കും. ഇവിടെ ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡുകളിൽ ഒന്ന് ഒരു മദ്യ ബ്രാൻഡ്, അവർ ഇവിടെ പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ബ്രീസർ ഇവിടെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടാക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ എന്താണ് ഈ സംഗതി എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് MV ഗോവിന്ദൻ മാഷ് അത് എന്താണ് അതിൽ കുറിപ്പെഴുതി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. അതായത് അന്ന് 2007 നടക്കാതെ പോയത് പിന്നീട് വന്ന 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടില്ല. അതിനുശേഷം പിന്നീട് LDF സർക്കാരിൻ്റെ ഒന്നാം LDF സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്നില്ല. പിന്നീട് എപ്പോഴാണ് ഈ 2023 ഇതിലൊരു തീരുമാനമുണ്ടാകുന്നത്. എങ്ങനെ ഇതിനൊരു പിന്നെ എന്താണ് ഇതിനെ ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം, ഇതിനെ ആ ടാക്സ് പരിധിയിലേക്ക് അതിനെ കൂടി കൊണ്ടുവന്നുകൊണ്ട് ഇതിന് ടാക്സ് നിശ്ചയിച്ചു കൊടുത്ത് അതിനെ കൂടി ഇവിടെ വിറ്റഴിക്കാവുന്ന നിയമപരമായ അനുമതി ആ നിലയ്ക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വാസ്തവമാണ്. അത് VM സുധീരനും M ലിജുവും VD സതീശനും പറഞ്ഞത് സത്യമാണ്. അപ്പോൾ അതിലേക്ക് ആ പ്രോസസ്സ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഈ 251% ടാക്സ് അടച്ചുകൊണ്ട് അത് വിറ്റഴിക്കാം എന്നുള്ളത് ആ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, 4.8% മാത്രം ആണ് ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത് എന്നുള്ളത് നമ്മളെടുത്ത് പറയണം. ഇവിടെ എല്ലാവരും കുടിക്കുന്നത് 42% മേൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മദ്യമാണ്. അപ്പോൾ നമ്മൾ ഇതുകൂടെ പറയണമല്ലോ. ഇത് ഈ പറഞ്ഞതുപോലെ ഇത് 4.8% ഉള്ള ഒരു സംഗതിയാണ് ഇത്. പക്ഷേ ഇതിനകത്ത് ഈ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇതിനകത്ത് കുഴപ്പമുള്ളൊരു തലം എന്നുള്ളത് ഞാൻ കരുതുന്നത്, എങ്ങനെയാണ് ഈ 2.5 ദിവസം കൊണ്ട് തീരുമാനമുണ്ടായത് ഇതിൽ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ MP രാജേഷ് പറഞ്ഞതുപോലെ 3.5 വർഷമായി മരിച്ചു കിടന്ന ഒരു ഫയൽ 2.5 ദിവസം കൊണ്ട് തീരുമാനമായി അതെ, അതാണ് അതിൻ്റെ ഫയൽ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയാമല്ലോ. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ അത്ര പെട്ടെന്ന് എങ്ങനെ തീരുമാനമുണ്ടായി? അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ ഈ കടലാസിലുള്ള അപേക്ഷകൾക്കപ്പുറം ഇപ്പോൾ ഈ പറയുന്ന അതിനപ്പുറമുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഈ കാര്യത്തിൽ എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറയുന്നത്, ഇത് നടപ്പാകുന്നതിൽ ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ തീരുമാനമെടുത്തതിൽ അഴിമതി ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അതിൽ നടപടി ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ VM സുധീരൻ്റെ അഭിപ്രായത്തോടൊപ്പമല്ല എന്നുള്ളതുകൂടിയാണല്ലോ ഞാനത് പറയാൻ കാരണം. അതാണ് കാരണം മദ്യവർജനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ വലിയ കെടുതികളിൽ നിന്നുള്ള മോചനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ ഒക്കെ തന്നെ സ്വീകരിക്കുന്നതാണ് ശാസ്ത്രീയമായ രീതി എന്ന് തന്നെ കരുതുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി കരിമണലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ ക്ലാരിറ്റി അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 10-40 മിനിറ്റ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. ഒരൊറ്റ നിൽപ്പ് നിന്നിട്ട് പെട്ടെന്ന് വന്നിട്ട്, സാധാരണ ഒരു നിൽപ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതിയിലല്ല, രാഷ്ട്രീയക്കാർ സംസാരിക്കുന്ന രീതിയിലല്ല അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞല്ലോ, ഈ സർക്കാരിൻ്റെ ജനപ്രീതി, VD സതീശൻ സർക്കാരിൻ്റെ ജനപ്രീതി നഷ്ടപ്പെടാതെ നോക്കേണ്ടത് എൻ്റെ കടമയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാനിത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സർക്കാരിൻ്റെ രൂപം ഈ രീതിയിലാകുന്നതിൽ നിർണായക പങ്കുവച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിൻ്റെ ജനപ്രീതിയാണ് ഇതിനെ അടിസ്ഥാനമാക്കിയത്. ആ ജനപ്രീതി പോകാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്, ഞാനത് നോക്കും എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നത്. ഇതിൽ ചർച്ച നടത്തണം, ആ കൂടിയാലോചന വേണം, അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകാവൂ. ഇനി കരിമണലിൻ്റെ കാര്യത്തിൽ വളരെ ക്ലാരിറ്റി അദ്ദേഹം തരികയാണ്. ഇതിങ്ങനെ അവിടെ മണ്ണെടുക്കാൻ തീരുമാനിച്ചാൽ, ഇപ്പം സ്വകാര്യവൽക്കരണമോ സ്വകാര്യ മേഖലയുടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്കൊന്നും ഇതിനെ ആലോചിക്കുന്നില്ല. ആരാണ് ഞാൻ പറഞ്ഞോ എന്ന് ഇന്നലെ VD സതീശൻ സഭയിൽ ചോദിച്ചു. പക്ഷേ അത് പിന്നെ എന്താണ്, സ്വകാര്യ മേഖലയ്ക്കേ അതുകൊണ്ട് നേട്ടമുണ്ടാകൂ എന്നുള്ളതാണ് VM സുധീരൻ പറഞ്ഞു വെക്കുന്നത്. അതായത് ശശിധരൻ കർത്ത ആണ് ഇതിൻ്റെ ഒരു ഗുണഭോക്താവ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്, VM സുധീരൻ പറയുന്നത്. അതുപോലെ അദാനിയായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് ആകുക, അല്ലാതെ മറ്റാരാണ്? അതല്ലാതെ തന്നെ പൊതുമേഖലയിലാണെങ്കിലും അവിടെ നിന്ന് മണലെടുക്കാൻ പാടില്ല എന്നുള്ള, ധാതു ഖനനം പാടില്ല എന്നുള്ള കർശന നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിലൂടെ ഈ വിഷയങ്ങളിൽ, അതായത് ഒരു വിഷൻ മുന്നോട്ട് വെച്ചുകൊണ്ട് വളരെ വേഗത്തിൽ നടപ്പാക്കി സർക്കാർ ചടുലമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച VD സതീശൻ ഒരു തിരിച്ചടിയാണെന്ന് ഞാൻ പറയൂ. ഇതിനകത്തൊന്നും അഴിമതിയുണ്ടെന്ന് ഞാനിപ്പോൾ ആരോപിക്കുന്നില്ല. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിന് തൽക്കാലം ഒരു തിരിച്ചടിയാണ്. ഇനി അതിനേക്കാൾ വലിയ പാര വേറെ കേട്ടു. അതാരുടെയാണ്? ഇന്ന് രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത്? കരിമണൽ എടുക്കുന്നത്, ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ ഇത് കൊടുക്കുന്നത്. ഇത് ആര് പറഞ്ഞു, എവിടെ, എപ്പോൾ എന്നുള്ളതാണ് ഇന്ന്
അദ്ദേഹവും ചോദിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ ഇനി വി ഡി സതീശൻ വല്ലാതെ പാടുപെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഇന്നലെ ഈ പറഞ്ഞ കാര്യം സനീഷ് ഇന്നലെ സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു, ഈ അശ്വന്ധാമ ഹഥ കുഞ്ചര എന്ന് പറഞ്ഞ മട്ടിലാണ് വി ഡി സതീശൻ കാര്യങ്ങളെ അവതരിപ്പിക്കുക. ആ അവതരിപ്പിക്കുന്നതിനപ്പുറത്തുള്ള കുറേ കാര്യങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് ഇന്നിപ്പോൾ നമ്മൾ കേട്ടല്ലോ. മറ്റേ കുട്ടനാട്ടിലെ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു മറുപടി അവിടെ സഭയിൽ വന്നത് പോലും നമ്മൾ അങ്കലാപ്പിലായി പോകുന്ന ഒരു സാഹചര്യം അവിടെ കണ്ടില്ലേ. അതായത് അത് ആലോചിച്ചിട്ട് സർക്കാർ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും എന്നതിന് ശേഷം ഒരു കാരണവശാലും കൊടുക്കില്ല എന്നുള്ള തീരുമാനം അവിടെ ഇരുന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സകലമാന കാര്യങ്ങൾക്കും പ്രാദേശിക അവധി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവുകയുള്ളൂ. എല്ലാ പ്രദേശങ്ങളിലും പ്രാദേശികമായ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനെല്ലാം അവധി കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ മനസ്സിൽ കരുതിയായിരിക്കും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇങ്ങനെയാണ് അദ്ദേഹം പൊതുവെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നുള്ള പ്രതീതി നേരത്തെ ഈ വിഷയങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഒന്നുകൂടി ഉറപ്പിച്ചു എന്നുള്ളതാണ് ഈ സംഭവം കൊണ്ടുണ്ടായത്.